കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുമിടുക്കൻ ഒരു ഉണ്ണി. യശോദമ്മ നല്ല ഭംഗിയായിട്ട് ഒരുക്കുന്നുണ്ട്. എന്താ ഏട്ടനെ പോലെ എനിക്കും വലിയ ആളാവണം എന്നുള്ള ഭാവത്തിൽ ആണ് ഉണ്ണി. അങ്ങനെ വലിയ മുണ്ടൊക്കെ ഉടുപ്പിക്കണം എന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊന്നു ഗുരുവായൂരപ്പ കുഞ്ഞിക്കാലുമേൽ അതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത ഒരു പാവമുണ്ട് ഉടുത്തിട്ടുണ്ട്. ഒരു പച്ച കസവിൻ്റെ മുണ്ട് അരയിൽ കെട്ടിയിട്ടുണ്ട് വലിയ ആളെ പോലെ. ഏട്ടനെ പോലെ എനിക്കും വലുതാവണം എന്നുള്ള ഭാവത്തിൽ ഒരു പൊന്നുണ്ണി കാണാൻ. ചെറിയ ഉണ്ണിയാണ്. അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, ഒരു മാങ്ങാമാല, ഒരു പതക്കം, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ഒക്കെ ചാർത്തി നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഏട്ടനെ പോലെ വലിയ ആളായിട്ട് അന്ന് ശ്രീലകത്ത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കണം കേട്ടോ. കൈവളകൾ തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. പൊന്നു ഉണ്ണിക്കണ്ണൻ തന്നെയാണ്. എന്താ കയ്യിൽ ഒരു വലത്തെ കയ്യിൽ ഒരു വെണ്ണോറലയും ഇടത്തെ കയ്യിൽ ഒരു ഉടക്കോഴലും. അത് നിർബന്ധം. ഏട്ടനെ പോലെ വലിയ ആളായിട്ടാണ് നിൽക്കണത്. എന്നാലും ഉടക്കോഴും വെണ്ണയും പിടിച്ചിട്ടാണ് നിൽക്കണത്. നല്ല കൗതുക കാണാൻ കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, മുഖം കുഞ്ഞ് പൊന്നുണ്ണി കണ്ണൻ്റെ മുഖം നല്ല കൗതുകല്ലേ. വലിയ ആളെ പോലെ ഇങ്ങനെ നിൽക്കാന്നുള്ള വെളിച്ചത്തിൽ നിൽക്കുകയാണ്. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിൻ്റെ മുകളിലതാ വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകലർന്നുള്ളൊരു തിരുമുടി മാല, പിന്നെ തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ടൊരു തിരുമുടി മാല, അങ്ങനെ 2 തിരുമുടി മാലകളാണ് ചാർത്തിയിരിക്കുന്നത്. ഇതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള തടിച്ചുരുണ്ട 2 ഉണ്ടമാലകൾ. ഒന്നെങ്ങനെയാ വെച്ചാൽ വനമാല, തെച്ചിയും തുളസിയും ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു വനമാല. മറ്റത് എങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയും വെളുത്ത പൂവും ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടി മാലകളും. ആ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ടതാ 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. എല്ലാം തെച്ചിയും തുളസിയായിട്ടുള്ളതാ. അതും നല്ല കൗതുകണ്ട് കാണാൻ. ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഒരു കയ്യിൽ വെണ്ണൂറിലെയും ഇടത്തെ കയ്യിലൊരു ഉടക്കോളിലും പിടിച്ചിട്ട് വലിയ മുണ്ടൊക്കെ കൊടുത്ത് വലിയ ഉണ്ണിയായ പോലെയാണ് നിൽക്കുന്നത് കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് നല്ല സന്തോഷം. അത്ര രസമായിട്ടുണ്ട്. നാരായണ അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ. സമസ്ത സമ്പന്മണികൾക്കു സമ്പുടം പുമർത്ത സൗദത്തിനു താഴികക്കുടം രമയ്ക്കു പുൽത്താലി സമാധി തൻ്റെ കൺമണിക്കു താലപ്പൊലി നന്ദനന്ദനൻ ത്രയീകദമ്പത്തേലുമായ മായർനാരിതൻ നിതംബ കാഞ്ചി വലയത്തിലും സദാ വിലംഭിയായി ഭക്തജനാനുകമ്പിയായി കലമ്പിയായി ഉള്ളൊരു ബാലനാശ്രയം ഒരൊറ്റ മന്ദസ്മിത പുഷ്പമെങ്കിലും മുരാരി വക്രത്തിൽ വിരിഞ്ഞു കാണുവാൻ കൊതിച്ചു വാത്സല്യമോടായർ നാരിമാർ മഹേശ്വരിക്കത്ര കഴിച്ചു നേർച്ചകൾ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ വലിയ ഉണ്ണിയായി മിടുക്കനായിട്ട് വലിയ മുണ്ടൊക്കെ കൊടുത്ത് അരയിൽ ഒരു അരക്കെട്ടൊക്കെ കെട്ടി ഒരു പച്ചക്കസ കൊണ്ട് അരയിലും കെട്ടിയിട്ടുണ്ട്. വെളുത്ത മുണ്ട് ഉടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ ആളായിട്ട് വെണ്ണൂറിലെയും മുടക്കോലും പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ കൗതുകം ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയാണ് കാണാൻ. ആ കൗതുകത്തോട് കൂടി നിൽക്കണം നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാം. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കുക. എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് നിൽക്കണത്. ഞാൻ വലിയ ആളായി എന്നുള്ള ഭാവത്തിൽ ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. ആ സച്ചിദാനന്ദക്കട്ട നമ്മളങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത് കേട്ടോ. ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.